കഴിഞ്ഞ 20 വർഷത്തിലധികമായി ബീഹാർ ഭരിക്കുന്നതും 11 വർഷത്തിലധികമായി കേന്ദ്രം ഭരിക്കുന്നതും BJP-യുടെയും NDA-യുടെയും സർക്കാരാണ്. എന്നാൽ ഇത്ര നാൾ ഭരിച്ചതിൻ്റെ നേട്ടങ്ങൾ ഒന്നും പറയാനില്ലാത്ത നരേന്ദ്രമോദിയും അമിത്ഷായും ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പ്രസംഗിക്കുന്നത് കേട്ടാൽ ഛർദ്ദിക്കാൻ വരും. ഈ ആധുനിക യുഗത്തിൽ ഇതുപോലെ മതവിദ്വേഷം വളർത്തുന്ന പ്രസംഗങ്ങളും വിഡ്ഢിവാക്കുകളും മാത്രമേ ആഭ്യന്തരമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും വായിൽ നിന്ന് വരികയുള്ളൂ എന്ന് പറഞ്ഞാൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന മന്ദഭക്തർക്ക് പോലും എങ്ങനെയാണ് ഇവരെ ഇനിയും സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നത് എന്ന് തലയ്ക്കകത്ത് ആൾതാമസമുള്ളവർ അത്ഭുതപ്പെട്ടു പോകും. ബീഹാറിലെ തന്റെ തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ പറയുന്ന വാക്കുകൾ കേട്ടാൽ നിങ്ങൾക്ക് അറപ്പും വെറുപ്പും ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾ മനുഷ്യകുലത്തിൽപ്പെട്ടവരല്ല. ഈ തെരഞ്ഞെടുപ്പ് റാലിയിലെ അമിത്ഷായുടെ പ്രസംഗം കേട്ടുകൊള്ളൂ. രാജ്യത്തെ നശിപ്പിക്കുന്ന സംഘികളുടെ തനിനിറം തുറന്നു കാണിക്കുന്ന ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കഴിഞ്ഞ 20 വർഷമായിട്ട് ബീഹാർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് NDA സർക്കാരാണ്. അതുപോലെ കഴിഞ്ഞ 11 വർഷത്തിലധികമായി തുടർച്ചയായി കേന്ദ്രം ഭരിക്കുന്നത് നരേന്ദ്രമോദിയും BJP-യുമാണ്. എന്നാൽ ഇത്രകാലം തുടർച്ചയായി ഭരിച്ചിട്ടും അവർക്ക് ജനങ്ങളോട് പറയാൻ അവർ ചെയ്ത നല്ല കാര്യങ്ങൾ ഒന്നുമില്ല. മറിച്ച് അമ്പലത്തിന്റെ കാര്യം മാത്രമാണ് ഇവർക്കൊക്കെ പറയാനുള്ളത്. ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്ന അമിത്ഷാ എന്ന 5 പൈസയുടെ വിവേകമില്ലാത്ത ആളുടെ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രസംഗം കേട്ടുകൊള്ളൂ. लालू, राहुल, सपा, बसपा, ममता सभी ने राम मंदिर बनाने का विरोध किया. ഈ ലാലു, രാഹുൽ, SP, BSP, മമത തുടങ്ങിയവർ എല്ലാവരും രാമക്ഷേത്രം ഉണ്ടാക്കുന്നതിന് എതിർത്തു. അയാളുടെ ആ ഭാഷ കേട്ടോ. ഈ ലാലു, രാഹുൽ, മമത അസൽ തെരുവ് ഗുണ്ടകൾ സംസാരിക്കുന്നത് പോലെ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി പദത്തിൽ ഇരിക്കുന്ന ആളാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ഓർക്കണം. ഇനി തുടർന്ന് കേട്ടുകൊള്ളൂ. रामलल्ला का भव्य मंदिर अयोध्या में आसमान की ऊंचाइयों को छू रहा है. भाइयों बहनों, रामलल्ला का तो भव्य मंदिर बन गया, मगर अपनी सीता मैया का मंदिर बनना चाहिए या नहीं बनना चाहिए? ये दीदी लोग बताए, बनना चाहिए या नहीं बनना चाहिए? आप चिंता मत करो, ना लालू रोक सकेंगे ना राहुल रोक सकेंगे. ഇന്ന് രാംലല്ലയുടെ ഭവ്യക്ഷേത്രം അയോധ്യയിൽ ആകാശം തൊട്ടു നിൽക്കുന്നു. സഹോദരി സഹോദരന്മാരെ, രാമക്ഷേത്രം നിർമ്മിച്ചു കഴിഞ്ഞു. എന്നാൽ നമ്മുടെ സീതാദേവിയുടെ ക്ഷേത്രം നിർമ്മിക്കണമോ വേണ്ടയോ? ഈ ഇരിക്കുന്ന സ്ത്രീകൾ പറയൂ, നിർമ്മിക്കണമോ വേണ്ടയോ? നിങ്ങൾ ഒന്നുകൊണ്ടും ആശങ്കപ്പെടേണ്ട. ലാലുവിനെ കൊണ്ട് തടയാൻ പറ്റുകയില്ല, രാഹുലിനെ കൊണ്ടും തടയാൻ പറ്റുകയില്ല. सीता मैया के मंदिर का भूमि पूजन कर कर आए हैं. 2.5 साल के अंदर ही 850 करोड़ से सीतामढ़ी में सीता मैया का भव्य मंदिर बनने वाला है. ഞാനും നിതീഷ് ബാബുവും സീതാക്ഷേത്രത്തിന്റെ ഭൂമി പൂജ കഴിഞ്ഞു വന്നതാണ്. 2.5 വർഷത്തിനുള്ളിൽ തന്നെ 850 കോടി രൂപ ചെലവഴിച്ച് സീതാമണിയിൽ സീതാദേവിയുടെ ഭവ്യ അമ്പലം നിർമ്മിക്കാൻ പോവുകയാണ്. ഇതാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വാക്കുകൾ. സുഹൃത്തുക്കളെ, പ്രധാനമായും എന്നെ കേൾക്കുന്ന സംഘികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഇരുന്നും ചിന്തിക്കുക. ഒരു 5 മിനിറ്റ് ഇരുന്ന് ചിന്തിക്കുക. രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി സംസാരിക്കേണ്ട വാക്കുകളാണോ ഇത്? അമ്പലം നിർമ്മിക്കുക, പള്ളി നിർമ്മിക്കുക, അതിനെക്കുറിച്ച് പറയുക. ഇതും രാജ്യവുമായി, രാജ്യത്തിന്റെ ഭാവിയുമായി എന്തു ബന്ധമാണ് ഉള്ളത്? എന്തിനാണ് രാജ്യം ഭരിക്കുന്നവർ മതത്തിന്റെ കാര്യം മാത്രം പറയുന്നത്? ഭരിക്കുന്നവർ ഒരിക്കലും മതപരമായ കാര്യങ്ങൾ പറയാൻ പാടില്ല എന്നതല്ലേ ശരിയായ കാര്യം? നിങ്ങൾക്ക് അല്പമെങ്കിലും ബോധമുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇയാൾ എന്താണ് പറയുന്നത് എന്ന്? എങ്ങനെയാണ് ഇയാൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത് എന്ന്? നിങ്ങളെ വെറും പൊട്ടന്മാരായി കാണുന്നത് കൊണ്ടല്ലേ ഇത്തരത്തിൽ സംസാരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചോ, അവിടെ ഇരിക്കുന്ന ജനങ്ങൾ ആരും തന്നെ ഇയാൾ പറയുന്നതിൽ കാര്യമായ ആവേശം കാണിക്കുന്നതേയില്ല. ചില ആളുകൾ മാത്രം കേട്ടെന്ന് വരുത്തി അല്പം ശബ്ദം കേൾപ്പിക്കുന്നത് ഒഴിച്ചാൽ. അതായത് ആളുകൾക്ക് ഇയാൾ പറയുന്നത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് 100% വ്യക്തമാണ് ജനത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് തന്നെ. ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്ന ഇയാൾ നിങ്ങളുടെ മുഖത്തു നോക്കി വിളിക്കുകയാണ് മരമണ്ടന്മാരെ എന്ന്.
അയാൾ പറയുന്നത് നിങ്ങൾ ഞങ്ങളെ പിന്തുണയ്ക്കുന്ന സംഘികൾ വെറും തലച്ചോറില്ലാത്ത 5 പൈസയുടെ വിവരമില്ലാത്ത യൂസ്ലെസ്സുകളാണ് എന്നാണ്. ശരിയല്ലേ? അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? എന്തുകൊണ്ടാണ് നിങ്ങളെ വെറും മന്ദബുദ്ധികളാക്കി പൊട്ടന്മാരാക്കി നിലനിർത്തണമെന്ന് ഇവർക്ക് ഇത്ര വാശിയെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ലോകത്തിലുള്ള വികസിത രാജ്യങ്ങളുടെ ലിസ്റ്റ് നിങ്ങൾ ഒന്ന് പരിശോധിക്കുക. ആ രാജ്യങ്ങൾക്കെല്ലാം കോമൺ ആയിട്ടുള്ള പ്രത്യേകത എന്താണ് എന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് എളുപ്പത്തിനു വേണ്ടി ഞാൻ പറഞ്ഞു തരാം. എല്ലാ വികസിത രാജ്യങ്ങളുടെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഭരിക്കുന്നവർ മതത്തിന്റെ കാര്യങ്ങളിൽ ഇടപെടുകയില്ല, മതപരമായ കാര്യങ്ങൾ പറയുകയില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എന്ന് മാത്രമല്ല, സ്വകാര്യ സംഭാഷണങ്ങളിൽ പോലും മതം ഒരു വിഷയമായി അവർ സംസാരിക്കുകയില്ല, ചിന്തിക്കുകയില്ല എന്നുള്ളതാണ്. രാജ്യത്തെ ജനങ്ങളെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കുന്ന മതപരമായ ഭരണമുള്ള രാജ്യങ്ങൾ ഒരിക്കലും പുരോഗതി പ്രാപിക്കുകയില്ല. അങ്ങനെയുള്ള രാജ്യങ്ങളിലെ ജനങ്ങൾ സാമൂഹികമായും മാനസികമായും വളരുകയില്ല. ഇവരുടെ ആവശ്യം നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ സർക്കാരിനോട് ചോദിക്കരുത്, സർക്കാരിനോട് ചോദ്യം ചോദിക്കരുത്, അവരുടെ വീഴ്ചകളിൽ വിമർശിക്കരുത്. അതിനുവേണ്ടി ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ മതത്തിന്റെ വിഷം കലക്കും. അതുവഴി യഥാർത്ഥ ആവശ്യങ്ങൾ ഇവർ മറക്കുമെന്ന് ഇവർക്കറിയാം. മുട്ടനാടിനെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കാൻ മാത്രം നടക്കുന്ന ഇവരെ ജീവിതത്തിൽ ഒരിക്കലും പിന്തുണയ്ക്കുകയില്ല എന്ന് ആലോചിച്ച് ചിന്തിച്ച് മനസ്സിലാക്കിയ ശേഷം തീരുമാനമെടുക്കണം. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്?